അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പുതിയ നീക്കം ഇപ്പോൾ ശരിക്കും കുടുക്കിയിരിക്കുന്നത് നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഇറാൻ യുദ്ധം ഒരിക്കലും അവസാനിക്കരുത് എന്നായിരിക്കും. കാരണം ഇറാൻ യുദ്ധം അവസാനിച്ചതിന് ശേഷം ഇസ്രയേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന എബ്രഹാം അക്കോർഡ്സിൽ പാകിസ്ഥാൻ ഒപ്പുവെക്കണം എന്നാണ് ട്രംപിന്റെ കടുത്ത ആവശ്യം. കേൾക്കുമ്പോൾ ലളിതമെന്ന് തോന്നാമെങ്കിലും പാകിസ്ഥാൻ ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. ട്രംപിനെ അനുസരിച്ചാൽ സ്വന്തം നാട്ടുകാർ തല്ലിക്കൊല്ലും, അനുസരിച്ചില്ലെങ്കിൽ അമേരിക്ക പട്ടിണിക്കിടും. ഏതു നിമിഷവും പണി വരാവുന്ന അവസ്ഥയിലാണ് നിലവിൽ ഇസ്ലാമാബാദ്. കഴിഞ്ഞ ശനിയാഴ്ച പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ചില പ്രമുഖ ഇസ്ലാമിക രാജ്യങ്ങളുമായി ട്രംപ് നടത്തിയ ഉന്നതതല ചർച്ചകളിലാണ് ഈ വിഷയം ഉയർന്നു വന്നത്. വെറുമൊരു അഭ്യർത്ഥനയല്ല, ഇത് കടുത്ത മുന്നറിയിപ്പാണ്. ട്രംപിന്റെ ഈ നിർദ്ദേശം നിരസിച്ചാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് പ്രമുഖ അമേരിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാം പാകിസ്ഥാനും സൗദി അറേബ്യയ്ക്കും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. സാമ്പത്തികമായി തകർന്നു തരിപ്പണമായി നിൽക്കുന്ന പാകിസ്ഥാന് അമേരിക്കയെ പിണക്കുക എന്നത് സ്ലോ പോയിസൺ കഴിച്ചുള്ള ആത്മഹത്യയാണെങ്കിൽ ഇസ്രയേലിനെ അംഗീകരിക്കുക എന്നത് എരുതിയിലേക്ക് എടുത്തു ചാടുന്നത് പോലെയാണ്. ഇസ്രയേലിനെ ഏതെങ്കിലും രീതിയിൽ പിന്തുണച്ചാൽ രാജ്യത്തിനുള്ളിൽ വലിയ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകും. പാകിസ്ഥാന് ഇതൊരു കടുത്ത രാഷ്ട്രീയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കാരണം പലസ്തീൻ വിഷയം പാക് ജനതയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള ഒന്നാണ്. ഇസ്രായേലിന് ഔദ്യോഗിക അംഗീകാരം നൽകിയാൽ രാജ്യത്തെ തീവ്രവാദ ഗ്രൂപ്പുകളും മതസംഘടനകളും തെരുവിലിറങ്ങുമെന്നും അത് രാജ്യത്ത് വലിയ ആഭ്യന്തര യുദ്ധത്തിന് കാരണമാകുമെന്നും ഷെരീഫ് ഭരണകൂടം ഭയപ്പെടുന്നു. മറ്റൊരു പ്രധാന തിരിച്ചടി കാശ്മീർ വിഷയത്തിലാണ്. പലസ്തീൻ പ്രശ്നത്തെ പാകിസ്ഥാൻ എപ്പോഴും ഉപമിക്കാറുള്ളത് കാശ്മീർ വിഷയത്തോടാണ്. അതുകൊണ്ട് തന്നെ പലസ്തീൻ കാര്യത്തിൽ പെട്ടെന്നൊരു നിലപാട് മാറ്റം ഉണ്ടായാൽ, ഇസ്രയേലിന് അനുകൂലമായ ഒരു നിലപാട് എടുക്കേണ്ടി വന്നാൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന വാദങ്ങളുടെ മുനയൊടിയും എന്ന നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നത് നിലവിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ശക്തമായിട്ടുള്ള ജനപിന്തുണയാണ്. മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ തന്നെ എബ്രഹാം ഉടമ്പടിയിൽ ചേരാനുള്ള നീക്കങ്ങളെ ഇമ്രാൻഖാൻ കടുത്ത ഭാഷയിൽ എതിർത്തിരുന്നു. പലസ്തീൻ ജനതയോട് ക്രൂരത കാട്ടുന്ന ഇസ്രയേലിനെ അംഗീകരിക്കാൻ തന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. നിലവിലെ ഷെരീഫ് സർക്കാർ ഇസ്രയേലിനെ അംഗീകരിക്കാനുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഇമ്രാൻഖാൻ ഇതിനകം തന്നെ ആരോപിച്ചു കഴിഞ്ഞു. 2026 തുടക്കത്തിൽ ഗാസയിലെ മാനുഷിക പ്രവർത്തനങ്ങൾക്കായുള്ള ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ് കമ്മിറ്റിയിൽ പാകിസ്ഥാൻ ചേർന്നപ്പോൾ അന്ന് തന്നെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിൽ അമേരിക്ക പറയുന്ന വഴിക്ക് പോയാൽ രാജ്യത്ത് ഭരണം തന്നെത്താനെ വീഴുമെന്നുള്ളൊരു ഭയത്തിലാണ് ഇപ്പോഴത്തെ സർക്കാർ. ചുരുക്കത്തിൽ സ്വന്തം ജനവികാരത്തെ മാനിച്ച് ഇസ്രയേലിനെ തള്ളിപ്പറഞ്ഞ് അമേരിക്കയുടെ ശത്രുത സമ്പാദിക്കണോ, അതോ അമേരിക്കയെ തൃപ്തിപ്പെടുത്തി സ്വന്തം നാട്ടിൽ ആഭ്യന്തര കലാപം ഇരന്നു വാങ്ങണമോ എന്ന കടുത്ത ധർമ്മസങ്കടത്തിലാണ് പാകിസ്ഥാൻ. നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിനൊപ്പം രാജ്യത്തിനുള്ളിലെ രാഷ്ട്രീയ അസ്ഥിരത ഒഴിവാക്കാൻ പാക് ഭരണകൂടം നടത്തുന്ന ഈ കൺകെട്ട് വിദ്യകൾ എത്ര കാലം വിജയിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. എന്തായാലും അമേരിക്ക എന്ന കച്ചവടക്കാരൻ പാകിസ്ഥാനെ പോലെ ഒരു ദുർബലനെ സുഹൃത്തായി കൂടെ നിർത്തുന്നതിന്റെ വില ചോദിച്ചു തുടങ്ങി. അത് പാകിസ്ഥാന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമാണ്.